2012 മുതൽ ഞാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി, അന്ന് ഈ സ്റ്റാർട്ടപ്പ് മിഷനൊന്നും കേരളത്തിൽ തുടങ്ങിയിട്ടില്ല. അതായത് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ പുറത്ത് രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള ആൾക്കാർക്ക് മുഴുവൻ ഇന്ത്യയിൽ ഇവിടെ തിരിച്ചു വന്ന നാട്ടിലെ അവരുടെ മുഴുവൻ സർവീസ് ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊടുക്കാൻ പറ്റുന്ന പ്രവാസി ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കിയായിരുന്നു. ഇവിടുത്തെ TV ചാനലിലെല്ലാം നമ്മൾ കവർ ചെയ്തു. മനോരമ ന്യൂസ് ചാനലിലൊക്കെ 5 പ്രാവശ്യം റീറ്റെയിൽ ക്യാഷ് നമ്മുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇതൊന്നും 5 പൈസ കയ്യിലില്ലാത്തപ്പോൾ ചെയ്യുന്ന പരിപാടികളല്ല. അല്ലാതെ നമ്മളെ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിട്ട് തുടങ്ങുന്നു വിചാരിക്കരുത്. ആ സമയം നമ്മൾ എറണാകുളം ടൗണിൽ തന്നെ ഒരു വലിയ ഓഫീസ് എടുത്തു. വർക്കീസ് സൂപ്പർ മാർക്കറ്റ് മാനേജറായിരുന്ന ഒരാളെ മാനേജറായിട്ട് പോസ്റ്റ് ചെയ്ത് സംഭവം ഉള്ള എന്തുമില്ലൊക്കെ ബാക്ക് പേജ് ഫുൾ ഫോട്ടോ വെച്ച് വലിയ ഇതൊക്കെ വെച്ചിട്ട് അവരൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്തു. ഇടയ്ക്ക് അതൊരു 80% വരെ നമ്മൾ എത്തിച്ചതാണ്. അപ്പോൾ ഇത് കാരണം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് കളി മുഴുവൻ നടക്കുന്നത്. ഇത് നല്ലൊരു സാധനമാണെങ്കിൽ ഭയങ്കര ലെവലിലേക്ക് വളരുമെന്ന് നമുക്കറിയാം. ഇത് കഴിഞ്ഞ് നമ്മൾ ഗ്ലോബൽ ഗാർഡൻ എന്ന് പറഞ്ഞൊരു കമ്പനി അതിൻ്റെ ചാനൽ പാർട്ണറായിട്ട് ഞാൻ വന്നു. അതൊക്കെ ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ വളരാൻ സാധ്യതയുള്ള ബിസിനസ്സുകളാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴും ഞാൻ ഇന്ദ്രകുമാർ സാർ പറഞ്ഞു, ഇതിൻ്റെ പ്ലാനിനെ കുറിച്ചൊന്നും എനിക്ക് കേൾക്കണ്ട. ഇതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന ആരാണ്? ഒന്ന് നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ലോങ് ടൈം പ്ലേയേഴ്സാണ്. ഇത് മാത്രമേ എനിക്ക് അറിയേണ്ടുള്ളൂ. പ്ലാൻ മോശമാണെങ്കിൽ പോലും പ്ലാൻ മാറ്റാം, പ്രോഡക്റ്റ് മോശമാണെങ്കിലും പ്രോഡക്റ്റ് മാറ്റാം. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ മാറ്റാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മനുഷ്യരെയാണ്. മനുഷ്യൻ റോങ് ആണെങ്കിൽ ഈ കഥയൊക്കെ വെറും കഥയായി മാറും. ഇതാണ് സാധാരണ നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലും പല സ്ഥലത്തും നമ്മൾ കാണുന്നത്. ബാക്കിയെല്ലാം കഥയായി മാറും. ഇതൊക്കെ പ്രൊവൈഡർ എന്താണ്, ഇതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്നവരോടുണ്ടേലേ കഥയുള്ളൂ. പല ആൾക്കാരും നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര അറിവുള്ളവരാണെന്നും പബ്ലിക്കിനിടയിലും അവരുടെയും വിശ്വാസം അവർ ഭയങ്കര അറിവുള്ളവരാണ്. നമ്മളാരും മോശമായിട്ട് പറയുന്നില്ല. ഈ പ്ലാൻ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനായാലും ആ സമയത്ത് തന്നെ ഓണർ അവിടെ ഇരുന്ന് പ്ലാൻ മാറ്റാനോ പ്ലാൻ നിർത്താനോ കമ്പനി തന്നെ നിർത്താൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നമ്മളിവിടെ പ്ലാൻ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ട്. ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നാണ് അവരുടെ വിശ്വാസം. ഞാൻ ഭയങ്കര ഇന്ന് രാത്രി പ്ലാൻ പഠിച്ചിട്ട് പറയാമെന്നൊക്കെ ചില വിദ്വാന്മാർ പറയും. എനിക്ക് ചിരിയാണ് വരുന്നത്. ഇത് ഒരു പ്ലാനോ ഒരു പ്രൊഡക്റ്റോ ഏതെങ്കിലും ഒരു സാധനമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്ന എല്ലാ സിനിമയും 100 കോടി ക്ലബ്ബിൽ വരുന്നുണ്ടോ? മമ്മൂട്ടി അഭിനയിക്കുന്ന എല്ലാ സിനിമയും അങ്ങനെയാണ് 100 കോടി ക്ലബ്ബിൽ വരണ്ടേ? മമ്മൂട്ടിയാണല്ലേ മോഹൻലാലാണ് ആ സിനിമ വിജയിപ്പിക്കുന്നെങ്കിൽ, അല്ല ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ടറുടെ കഴിവാണെന്നുണ്ടെങ്കിൽ ആ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും 100 കോടി ക്ലബ്ബിൽ വരണ്ടേ? അതെന്താ വരാതെ? ഇതിനൊരു ഫോർമുലയുണ്ട്, ഇതിനൊരു കോമ്പിനേഷൻ ഉണ്ട്. ആ കോമ്പിനേഷൻ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ സിങ്കായാലും ഈ സാധനം എക്സ്പ്ലോഡ് ചെയ്യും. ആ കോമ്പിനേഷനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് റൈറ്റായിട്ടുള്ള ആൾക്കാരാണോ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതാണ് പ്രൊഡക്റ്റ് മോശമാണെങ്കിലും മാറ്റാം, പ്ലാൻ മോശമാണെങ്കിലും മാറ്റാം, ഇതെല്ലാം മാറ്റാം. ആൾക്കാർ ജെന്യൂനാണോ, നോളജബിൾ ആണോ, ലോങ് ടൈം പ്ലേയേഴ്സ് ആണോ? ഇത് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് പാർട്ട്ണർ ചെയ്യുക, കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള കാലത്തെ ഗ്രോത്ത്. നമ്മുടെ നമുക്ക് ചില ഏരിയയിൽ നമുക്ക് കുറവുണ്ടായിരിക്കും, വേറൊരാൾ സ്ട്രോങ് ആയിട്ടുള്ള ആളുമായിട്ട് പാർട്ട്ണർ ചെയ്യുക. ഇതാണ് കൊളാബറേറ്റ് ചെയ്താണ് ഇനിയുള്ള കാലത്ത് വളരാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഡെപ്ത്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇതിനകത്തൂടെ ഒരു 100 കോടി രൂപയുടെ അസറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലുതല്ല. നമ്മൾ സ്വന്തമായിട്ട് 100 കോടി രൂപയുടെ അസറ്റ് ഉണ്ടാക്കുന്ന, അല്ലെ ആ ലെവലിൽ ചിന്തിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണെങ്കിലേ കിട്ടുള്ളൂ. അതിനുള്ള മെച്യൂരിറ്റി നമ്മൾ ഉണ്ടാക്കണം.